പാടത്ത് കഴുത്തിൽ കയർ കുരുങ്ങി ചത്ത പോത്തിനെ തോട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. പോത്തുടമ കയ്പമംഗലം സ്വദേശിയും പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ താമസക്കാരനുമായ മുഹമ്മദിന് 20,000 രൂപ പിഴ ചുമത്തി. പുന്നയൂർ കുഴിങ്ങര കുട്ടാടൻ പാടത്തെ മൂക്കഞ്ചേരി തോട്ടിലാണ് പോത്തിന്റെ ജഡം തള്ളിയത്. പ്രദേശത്തുനിന്ന് ദുർഗന്ധമുയർന്നതിനെ തുടർന്ന് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് തോട്ടിലെ പാഴ്ചെടികൾക്കിടയിൽ നിന്ന് പോത്തിന്റെ പുഴുവരിച്ച് അഴുകിയ ജഡം കണ്ടെത്തിയത്. തുടർന്ന് ഉടമയെ കണ്ടുപിടിച്ച് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുവാനും ചത്ത വളർത്തുമൃഗങ്ങളെ കുറ്റമറ്റ രീതിയിൽ സംസ്കാരം നടത്താതെ പൊതുസ്ഥലത്ത് തള്ളിയതിനെതിരെയും 20,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അതേസമയം താനിതിന് ഉത്തരവാദിയല്ലെന്നാണ് ഉടമ മുഹമ്മദ് അവകാശപ്പെടുന്നത്. ബുധനാഴ്ച രാത്രിയിലാണ് വെട്ടിപ്പുഴ സ്വദേശി വളർത്തിയിരുന്ന തന്റെ പോത്ത് പാടത്ത് മേയുന്നതിനിടെ കഴുത്തിൽ കയർ കുരുങ്ങി ചത്ത വിവരം അറിഞ്ഞത്. പോത്തിന്റെ ജഡം കുഴിച്ചുമൂടുന്നതിനായി സംരക്ഷണം നടത്തിയിരുന്ന ആളുൾപ്പെടെ പ്രദേശത്തെ ചിലരെ ഏൽപ്പിച്ചിരുന്നുവെന്നും ഇതിന്റെ ചിലവിലേക്ക് 3,000 രൂപ ഇവർക്ക് കൊടുക്കുകയും ചെയ്തതായി പറയുന്നു. എന്നാൽ ഇവർ ജഡം തോട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് മുഹമ്മദ് പറഞ്ഞു. പൊതുസമൂഹത്തിൽ അപകീർത്തി ഉണ്ടാവുന്ന തരത്തിലും സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി തന്റെ നിരുത്തരവാദിത്വം തെളിയിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുഹമ്മദ്. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, അസിസ്റ്റന്റ് സെക്രട്ടറി S പ്രിയ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ ആരിഫ BS തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നീചപ്രവർത്തികൾക്ക് കടുത്ത നടപടിയെടുക്കുമെന്ന് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം.